കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ മുഖ്യമന്ത്രിയാണ് ഇ.കെ. നായനാർ. 6 തവണ നായനാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നായനാരുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ലോക്സഭയിലേക്കായിരുന്നു. 3 തവണയായി 11 വർഷത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കയ്യൂർ സമരനായകനായ ഇ.കെ. നായനാർ. അത്രയും തവണ പ്രതിപക്ഷ നേതൃസ്ഥാനവും വഹിച്ചു. എന്നാൽ നായനാരുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കല്ല, ലോക്സഭയിലേക്കായിരുന്നു. 1964-ൽ CPIM രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളായ പണ്ഡിറ്റ് നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും അന്തരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ്. ഇന്ദിരാഗാന്ധി ആദ്യമായി പ്രധാനമന്ത്രിയായ തെരഞ്ഞെടുപ്പ്. 1967-ൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൽ CS ദേവനെ പരാജയപ്പെടുത്തിയാണ് നായനാർ ലോക്സഭയിലെത്തിയത്. 1971-ലെ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിന്ന് മത്സരിച്ചെങ്കിലും കോൺഗ്രസിലെ അന്നത്തെ യുവനേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയോട് പരാജയപ്പെട്ടു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ആട്ടിമറി വിജയം നായനാരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏക തെരഞ്ഞെടുപ്പ് തോൽവിയായിരുന്നു. 1972-ൽ CH കണാരന്റെ മരണത്തോടെ നായനാർ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി. 1974-ൽ ഇരിക്കൂറിൽ നിന്നും മത്സരിച്ചാണ് നായനാർ ആദ്യമായി നിയമസഭാംഗമായത്. 1975-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇ.കെ. നായനാരും ഒളിവിൽ പോയി. പിന്നീട് 1980-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നായനാർ മലമ്പുഴയിൽ നിന്ന് വിജയിച്ചു. A.K. ആന്റണിയുടെ കോൺഗ്രസ് ഗ്രൂപ്പിന്റെയും KM മാണിയുടെ കേരള കോൺഗ്രസിന്റെയും പിന്തുണയിൽ നായനാർ മുഖ്യമന്ത്രിയായി. 1981 ഒക്ടോബർ 21 വരെ മാത്രമേ ആ മന്ത്രിസഭ നിലനിന്നുള്ളൂ. K. കരുണാകരന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ നായനാർ പ്രതിപക്ഷ നേതാവായി. ആ മന്ത്രിസഭയും അധികനാൾ നിലനിന്നില്ല. 1982-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മലമ്പുഴയിൽ നിന്ന് ജയിച്ച് നായനാർ നിയമസഭയിലെത്തി വീണ്ടും പ്രതിപക്ഷ നേതാവായി. 1987-ൽ തൃക്കരിപ്പൂരിൽ നിന്ന് ജയിച്ച് മുഖ്യമന്ത്രി. 91-ലും തൃക്കരിപ്പൂരിൽ നിന്ന് തന്നെ ജയിച്ച് നായനാർ മൂന്നാമതും പ്രതിപക്ഷ നേതാവ്. 1992-ൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. 1996-ൽ പാർട്ടി മൂന്നാമതും മുഖ്യമന്ത്രി കസേര നായനാരെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം നിയമസഭാംഗമായിരുന്നില്ല. പാർട്ടി സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് തലശ്ശേരിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തുകയായിരുന്നു അദ്ദേഹം. 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നായനാർ പാർട്ടിയെ നയിച്ചു. ഇന്ത്യ തിളങ്ങുന്നുവെന്ന മുദ്രാവാക്യത്തോടെ വാജ്പേയി സർക്കാർ 2004-ൽ നിലംപതിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ ആ ചരിത്ര നിയോഗത്തിന് കൂടി കയ്യൊപ്പ് ചാർത്തിയാണ് മെയ് 19-ന് നായനാർ വിട പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.